ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ഇന്നത്തെ വീഡിയോ വളരെ എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോയുടെ കണ്ടൻറ് എന്ന് പറയുന്നത് SWP പ്ലാനിനെ പറ്റിയിട്ടാണ്. അതായത് സ്ഥിരമായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് വിഡ്രോ ചെയ്യുന്ന മെത്തേഡ്. സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു വീഡിയോ മലയാളത്തിൽ ആരും തന്നെ പ്രിപ്പയർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇല്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട നല്ല വീഡിയോസൊക്കെ കാണുന്ന ആളാണ്. മലയാളത്തിലും ഇംഗ്ലീഷിലും കാണും. ഹിന്ദി അത്ര അറിയില്ലെങ്കിലും നല്ല സാധനമാണെങ്കിൽ അതും കുത്തിയിരുന്ന് കാണും. പക്ഷേ അവിടെയെങ്ങും ഇത്ര ഡീറ്റെയിൽഡായിട്ട് ഒരു വീഡിയോ കണ്ടിട്ടില്ല. ഈ വീഡിയോയിലൂടെ എങ്ങനെയാണ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ ചെയ്യുന്നതെന്നും ഏതൊക്കെ ഫണ്ടിലൂടെയാണ് അത് ചെയ്യുന്നതെന്നും എല്ലാവർക്കും പഠിക്കാനായിട്ട് സാധിക്കും. ഇതിൽ ഞാൻ ഫണ്ടുകളുടെ പേരും കാര്യങ്ങളും പറയുന്നുണ്ട്, അതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട്. അത് കാലാകാലങ്ങളിൽ മാറും കേട്ടോ. അങ്ങനെ മാറ്റണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ നിങ്ങൾക്ക് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ അതിനെ പറ്റിയിട്ട് ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യുന്ന ആളായിരിക്കണം. അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറുടെ പ്രാധാന്യം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളിലും വെൽത്ത് ക്രിയേഷനിലും അദ്ദേഹത്തിൻ്റെ റോള് എന്താണ് എന്നുള്ളതും ഈ വീഡിയോയുടെ ലാസ്റ്റ് വിശദീകരിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ കണ്ടാൽ മതി അത്. അതുകൊണ്ടാണ് ഞാനത് ലാസ്റ്റ് ഭാഗത്തേക്ക് വെച്ചത്. നമ്മുടെ കോർ ടോപ്പിക്ക് ആദ്യം തന്നെ നമ്മൾ കവർ ചെയ്യും. നിങ്ങളുടെ സമയം കളയരുതല്ലോ. ഞാനൊരു ആംഫി രജിസ്റ്റേർഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകളുടെ പ്രാധാന്യം അല്ലെങ്കിൽ പബ്ലിക്കിൽ അവർ കൊണ്ടുവരുന്ന അവയർനെസ് കാര്യങ്ങളൊന്നും ശരിക്കും എല്ലാവർക്കും അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സെക്ഷൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതും പിന്നീട് ലാസ്റ്റിലേക്ക് വെച്ചതും. അപ്പോൾ എന്തായാലും ഈ ഒരു പിക്ചർ കണ്ടല്ലോ, ഒരു പ്രായമായ അപ്പച്ചനും അമ്മച്ചിയും ഇവിടെ ഇരിക്കുന്നു. അവർ SWP ചെയ്യുന്ന ആൾക്കാരാണ്. ഇവിടെ പ്രായമായ പിക്ചറാണ് വെച്ചിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഇത് പ്രായമായവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുമെന്നില്ല, ഏതൊരാൾക്കും ചെയ്യാം, എത്ര വയസ്സുള്ളവർക്കും ചെയ്യാം. എന്തായാലും നമ്മൾ കൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളുടെ സ്റ്റോറിയിലേക്ക് കിടക്കുകയാണ്. അദ്ദേഹത്തിനായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന ഫണ്ടുകൾ നമ്മൾ കാണും, അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് നമ്മൾ കാണും, അതുപോലെ അദ്ദേഹത്തെയും നമ്മൾ കാണും. ഇവിടെ ഞാൻ 1 2 3 4 5 ഫയൽസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 5ഉം കണ്ടിട്ടേ പോകാവുള്ളൂ, എന്നാലാണ് വ്യക്തമായ പിക്ചർ കിട്ടുള്ളൂ. അതിലെ ഒരു പിക്ചർ കണ്ടു, രണ്ടാമത്തെ ഒരു ഫയലാണ്. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ആളാണ് കൃഷ്ണൻ. ഇദ്ദേഹം പ്രായമായ ആളാണ്. ശരിക്കും ഈ സ്റ്റോറിയിൽ അദ്ദേഹത്തിന് പ്രായമുണ്ട്, പ്രായമില്ലാത്തവർക്കും ഇൻവെസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെ തന്നെയാണ്, ഹൗ SWP ഹെൽപ്ഡ് മിസ്റ്റർ കൃഷ്ണൻ ടു മാനേജ് ഹിസ് റിട്ടയർമെൻറ്റ് ക്യാഷ് ഫ്ലോ. അപ്പോൾ ഇദ്ദേഹം റിട്ടയർ ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന് 50 ലക്ഷം രൂപ കിട്ടി. അത് എന്ത് ചെയ്യണമെന്നറിയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു പ്രായമെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്, 65 വയസ്സ്, അങ്ങനെയൊന്നുമില്ല, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അപ്പോൾ ഇതൊരു ആർട്ടിക്കിളാണ്. ഈ ആർട്ടിക്കിൾ വായിച്ചപ്പോഴാണ് എനിക്ക് ഈ ഒരു ആശയം വന്നത്. മാത്രമല്ല നമ്മുടെ കുറേ ഇൻവെസ്റ്റേഴ്സ് SWPനെ പറ്റിയിട്ട് വിശദമായ വീഡിയോ ചെയ്യണമെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ആർട്ടിക്കിളും കൂടെ ഇങ്ങോട്ട് എടുത്തിട്ടു. കൃഷ്ണൻ ആരാണെന്ന് നോക്കിയാൽ അദ്ദേഹം റിട്ടയേർഡ് എംപ്ലോയി ആണ്. അദ്ദേഹത്തിൻ്റെ ഗോൾ എന്ന് പറയുന്നത് ടു അറേഞ്ച് എ റെഗുലർ മന്ത്ലി ക്യാഷ് ഫ്ലോ ഫ്രം ഹിസ് റിട്ടയർമെൻറ്റ് സേവിങ്സ്. എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ആഫ്റ്റർ റിട്ടയർമെൻറ്റ് മിസ്റ്റർ കൃഷ്ണൻ റിസീവ്ഡ് എ സൈസബിൾ കോർപ്പസ്. അതിവിടെ നമുക്ക് 50 ലക്ഷം എടുക്കാം. ഫ്രം ഹിസ് പ്രൊവിഡൻറ്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി ആൻഡ് ലീവ് എൻകാഷ്മെൻറ്റ്. അപ്പോൾ പല വിധത്തിൽ അദ്ദേഹത്തിന് 50 ലക്ഷം രൂപ കിട്ടി. ഇനി അദ്ദേഹത്തിന് ജോലിയില്ല. അപ്പോൾ അദ്ദേഹം വിചാരിച്ചത്, നോർമലി ഒരാൾക്ക് മ്യൂച്വൽ ഫണ്ടിനെ പറ്റി അങ്ങനെ അറിയില്ലല്ലോ, അപ്പോൾ അദ്ദേഹം വിചാരിച്ചത് ഗവൺമെൻറ് സേവിങ്സ് സ്കീമിലോ ഫിക്സ്ഡ് ഡിപ്പോസിറ്റിലോ ഈ പൈസ ഇടാവുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ക്വാർട്ടർലിയും മന്ത്ലി ഇൻട്രസ്റ്റൊക്കെ കിട്ടും. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ, FD ആണെങ്കിലും ഗവൺമെൻറ് സേവിങ് സ്കീമാണെങ്കിലും അത് മെച്യൂരിറ്റി ആകുന്ന ഒരു പീരീഡ് ഉണ്ടല്ലേ. സാധാരണഗതിയിൽ 1 ഇയർ, FDയുടെ കാര്യം എടുക്കുക, 1 ഇയർ. ഇനി മെച്യൂരിറ്റി ആയാലും ഇല്ലെങ്കിലും എല്ലാ വർഷവും ജനറേറ്റ് ചെയ്യപ്പെടുന്ന റിട്ടേണിന് ടാക്സ് കൊടുക്കണം. ഇദ്ദേഹം ഈ 50 ലക്ഷം രൂപ FD ഇട്ടു എന്ന് വിചാരിക്കും. ഒരു വർഷമാകുമ്പോൾ കറക്റ്റായിട്ട് ടാക്സ് പിടിക്കൂലേ. TDS 10% ഉണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ 50 ലക്ഷം രൂപയും ഫുള്ളി ടാക്സബിളാണ് അറ്റ് ഈസ് സ്ലാബ് റേറ്റ്. സോ ടാക്സായിട്ട് നല്ലൊരു എമൗണ്ട് അങ്ങ് പോവും. ഇതെല്ലാ വർഷവും പോവും. അതാണ് FD ഇട്ടാലും മറ്റുള്ള സേവിങ് സ്കീമുകളിലൊക്കെ, ഗവൺമെൻറ്റിൻ്റെ ആയിക്കോട്ടെ എവിടെയാണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താലുമുള്ള മെയിൻ കുഴപ്പം. ഇതൊരുപാട് പേര് നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇൻട്രസ്റ്റ് റേറ്റ്സ് ചേഞ്ചിങ് ഓവർ ടൈം ക്രിയേറ്റിംഗ് റീഇൻവെസ്റ്റ്മെൻറ്റ് ചലഞ്ചസ് ഇൻ എ ഡിക്ലൈനിങ് റേറ്റ് സിനാരിയോ. അതും ഉണ്ട്.
ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതും ഒരു പ്രശ്നമാണ്. അപ്പോൾ എഫ് ഡിയിൽ ഇപ്പോൾ കിട്ടുന്ന റിട്ടേൺ പിന്നെ കിട്ടണമെന്നില്ല, ഇപ്പം തന്നെ കുറവാണ്. 7% 7.5% അങ്ങനെയൊക്കെ ഉള്ളൂ. നല്ല ബാങ്കുകളിൽ 8 ഇല്ല. അപ്പോൾ അദ്ദേഹം ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറെ കണ്ടു. ആ ഡിസ്ട്രിബ്യൂട്ടർ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനാണ്. ഹൈബ്രിഡ് മൾട്ടി അസറ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് സ്ഥിരമായിട്ട് ഒരു ക്യാഷ് വിഡ്രോ ചെയ്തോളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞു കൊടുത്തു. അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? അടുത്ത മാസം തൊട്ട് ഫിക്സഡ് ആയിട്ട് അദ്ദേഹത്തിന് ഒരു വരുമാനം അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരാൻ തുടങ്ങി. അത് വെച്ച് അദ്ദേഹത്തിന് സുഖമായി ജീവിക്കാനും സാധിച്ചു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഈ ഇൻകം ലഭിക്കുന്നതിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് 50 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തില്ലേ, അത് വളരുന്നുമുണ്ട് കേട്ടോ. അത് ഞാൻ വിശദമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആർട്ടിക്കിൾ വായിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലാവില്ല. എന്താ സംഭവം എന്നാ ഒന്നും മനസ്സിലാവില്ല അല്ലേ? എന്നാൽ ഞാൻ അതിനെ പറ്റിയിട്ട് വിശദമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിയുമ്പോഴത്തേനും കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇതാണ് ഈ ആർട്ടിക്കിളിൻ്റെ ലാസ്റ്റ് സ്ലൈഡ്. ഇതിൽ പറഞ്ഞേക്കുന്ന ഒന്ന് ടാക്സ് എഫിഷ്യൻ്റ് ആണ്. അതായത് ഇപ്പോൾ 50 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് മന്ത്ലി ആവശ്യമുള്ള തുക എത്രയാണ്? ഇവിടെ ഞാൻ പ്രിപ്പയർ ചെയ്ത ഫയൽ അനുസരിച്ചിട്ട് അദ്ദേഹത്തിന് 36,000 രൂപ മന്ത്ലി കിട്ടും. അദ്ദേഹത്തിൻ്റെ കോർപ്പസിനൊന്നും സംഭവിക്കുകയില്ല. അതായത് ഈ 50 ലക്ഷം രൂപ എന്നുള്ളത് 66 ലക്ഷം രൂപയാകുന്നതായിരിക്കും. അതുകൂടാതെ ഒരു 1.5 കോടിയുടെ അടുത്ത് ഒരു കോർപ്പസ് മറ്റൊരു രീതിയിൽ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. SIP വഴിയാണ്, പക്ഷേ അതിന് കയ്യിൽ നിന്ന് പൈസ ഒന്നും ഇടണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതല്ല. ഇദ്ദേഹം ഒരു വർഷം വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 36,000 വെച്ചിട്ട് ഏതാണ്ട് 4 ലക്ഷത്തി ചില്ലുവാനും രൂപയാണ്. അതിൽ തന്നെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിന് കുറച്ച് ഡിസ്കൗണ്ടൊക്കെ ഉണ്ട്. ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ 1.25 ലക്ഷം രൂപയ്ക്ക് ടാക്സ് കൊടുക്കണ്ട. ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള വിഡ്രോവലിന് ബാലൻസ് പൈസയ്ക്ക് മാത്രം ടാക്സ് കൊടുത്താൽ മതി. അതായത് എല്ലാ വർഷവും ഈ 50 ലക്ഷം രൂപയ്ക്ക് ടാക്സ് കൊടുക്കണോ? വേണ്ട. മറിച്ച് ആദ്യത്തെ വർഷം അദ്ദേഹം വിഡ്രോ ചെയ്യുമ്പോൾ ഏതാണ്ട് 4 ലക്ഷം രൂപയുടെ ടാക്സ് കൊടുത്താൽ മതി. രണ്ടാമത്തെ വർഷം ആകുമ്പോഴത്തേനും എന്തായാലും അതിൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സിനുള്ള പോർഷൻ കുറയും. 1.25 ലക്ഷം രൂപയുടെ ആ ഒരു കുറവുണ്ടാവും. അതിന് ടാക്സ് കൊടുക്കേണ്ട. ബാലൻസ് പൈസയ്ക്ക് ടാക്സ് കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വളരുന്നുണ്ടാവും. ഇതാണ് ഇവിടെ ടാക്സ് എഫിഷ്യൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. FD ഇടുവാണെങ്കിലോ ആദ്യത്തെ വർഷം 50 ലക്ഷത്തിന് ടാക്സ് കൊടുക്കണം, രണ്ടാമത്തെ വർഷം 50 ലക്ഷത്തിന് ടാക്സ് കൊടുക്കണം. പിന്നെ അതിൽ നിന്ന് എന്തെങ്കിലും നേട്ടം വന്നിട്ടുണ്ടെങ്കിൽ ആ നേട്ടം ടാക്സബിൾ ആണല്ലോ. രണ്ടാമത് നമ്മൾ പുതുക്കിയിടുമ്പോൾ അതും കൂടെ കൂട്ടിയാണല്ലോ ഇടുക. അതുപോലെ മൂന്നാമത്തെ വർഷത്തിനും ഫുൾ എമൗണ്ടിന് ടാക്സ് കൊടുക്കണം. പക്ഷേ മ്യൂച്വൽ ഫണ്ട് ആകുമ്പോൾ ഉള്ളി നമ്മൾ ആ വിഡ്രോ ചെയ്യുന്ന വളരെ ചെറിയൊരു പോർഷനാണ്, അതിന് മാത്രം ടാക്സ് കൊടുത്താൽ മതി. ഇതാണ് ഇവിടെ ടാക്സ് എഫിഷ്യൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 സ്ലൈഡ് കഴിഞ്ഞു. മൂന്നാമത്തേത് ഞാൻ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള പ്ലാനാണ്. ഫണ്ടിൻ്റെ പേരുകളും ഇവിടെയുണ്ട് കേട്ടോ. പക്ഷേ ഇത് ആളുകളും സന്ദർഭവും കാര്യങ്ങളും അനുസരിച്ചിട്ട് മാറും. നിങ്ങൾ സ്റ്റഡി പർപ്പസിന് വേണമെങ്കിൽ എടുത്തോളൂ. വിശദമായിട്ട് സ്റ്റഡി ചെയ്യാതെ ഒരിക്കലും ഈ ഫണ്ടുകളിൽ ഈ ഫണ്ടല്ല ഒരു ഫണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യരുത്. ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതായതുകൊണ്ട് പ്രത്യേകിച്ചും എടുത്ത് പറയുകയാണ്, ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് അല്ല. ഇപ്പം മിസ്റ്റർ കൃഷ്ണനെ എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെയാണ് അദ്ദേഹത്തിന് പ്രസൻറ്റ് ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ 50 ലക്ഷം രൂപ ഞാൻ 4 ഡിവൈഡ് ചെയ്യും. ഫണ്ടുകൾ 5ഉം 6ഉം ഒക്കെ ഉണ്ടാകും കേട്ടോ. പിന്നെ ഈ കാണിച്ചേക്കുന്ന ഫണ്ടുകൾ കൂടാതെ കുറച്ചും കൂടെ ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ടുകളുടെ എണ്ണവും കൂട്ടുന്നുണ്ടാകും. അത് ക്ലയൻറ്റിൻ്റെ ഒരു ഇതനുസരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ വീഡിയോ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഈ ഫണ്ടുകൾ സെലക്ട് ചെയ്താണ്. ഇത് സെലക്ട് ചെയ്യാൻ പ്രത്യേക കാരണമുണ്ട്, അത് പറയാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫണ്ടുകൾ നമ്മൾ ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അതിങ്ങനെ 4 ഡിവൈഡ് ചെയ്യുന്നു. 10 ലക്ഷം 10 ലക്ഷം 10 ലക്ഷം പിന്നെ 20 ലക്ഷം. അപ്പോൾ ആദ്യത്തെ 10 ലക്ഷം 6% റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ള ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക. അതെന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ പലരുടെയും നെറ്റ് ചുളിയുന്നുണ്ടാവും. FDയിൽ 7 കിട്ടൂലോ, അല്ലെ 7.5 കിട്ടൂലോ, എന്തുകൊണ്ട് 6% ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു? അങ്ങനെയൊന്നുമില്ല. ഇവിടെ നമ്മൾ 6% എന്നുള്ളത് ഇങ്ങനെ കാണിച്ചേക്കുന്നതാണ്. ആക്ച്വലി ഈ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതിൽ കൂടുതൽ റിട്ടേൺ പൊട്ടൻഷ്യലുള്ള ഫണ്ടിലാണ്. പക്ഷേ നമ്മൾ വേസ്റ്റ് സിനാരി എടുക്കുകയാണ്. ഇൻട്രസ്റ്റ് റേറ്റ് കുറയാലോ. ഇപ്പോൾ അടുത്ത മാസം RBI ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചാനായും. അതുകൊണ്ട് ഇവിടെ 6 കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഈ 10 ലക്ഷം രൂപ 6% ഉള്ള, അല്ലെങ്കിൽ ഇവിടെ റിസ്ക് പൊട്ടൻഷ്യൽ വളരെ 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 കുറഞ്ഞ ഡെറ്റ് ഫണ്ടിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക. അടുത്ത 10 ലക്ഷം രൂപ 8% റിട്ടേൺ പൊട്ടൻഷ്യലുള്ള ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഇവിടെ 8 എന്ന് കരുതിയിട്ട് അത് 8 അല്ല കേട്ടോ, അത് 9ഉം 10ഉം ഒക്കെ റിട്ടേൺ പൊട്ടൻഷ്യലുണ്ട്. ആ ഫണ്ട് ഞാൻ കാണിച്ചു തരാം. അടുത്തത് 10%, അടുത്ത 20 ലക്ഷം രൂപ 12%
റിട്ടേൺ പൊട്ടൻഷ്യലുള്ള ഫണ്ടുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക. ക്ലിയർ ആയില്ലേ? അദ്ദേഹത്തിൻ്റെ എമൗണ്ട് നമ്മൾ 4ആയിട്ട് ഭാഗിച്ച് ഒരു ഭാഗം 6%, ഒരു ഭാഗം 8%, ഒരു ഭാഗം 10%, ബാലൻസ് ഉള്ള 2 ഭാഗങ്ങൾ 12% റിട്ടേൺ പൊട്ടൻഷ്യലുള്ള ഫണ്ടുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക. ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് പിറ്റേ മാസം തൊട്ട് വിഡ്രോവൽ സ്റ്റാർട്ട് ചെയ്യും. കാരണം ഇത് SWP ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് പിറ്റേ മാസം തൊട്ട് നമ്മൾ വിഡ്രോവൽ സ്റ്റാർട്ട് ചെയ്യുന്നു. 6% റിട്ടേൺ പൊട്ടൻഷ്യലുള്ള ഫണ്ടിൽ നിന്ന് 4500 രൂപ നമ്മൾ വിഡ്രോ ചെയ്യുന്നു. 8% റിട്ടേൺ പൊട്ടൻഷ്യലുള്ള ഫണ്ടിൽ നിന്ന് 6000 രൂപ വിഡ്രോ ചെയ്യുന്നു. പെർ മന്താണ്. 10% റിട്ടേൺ പൊട്ടൻഷ്യലുള്ള ഫണ്ടിൽ നിന്ന് 7500 രൂപ വിഡ്രോ ചെയ്യുന്നു. 12% റിട്ടേൺ പൊട്ടൻഷ്യലുള്ള ഫണ്ടിൽ നിന്ന് 18000 രൂപ വിഡ്രോ ചെയ്യുന്നു പെർ മന്ത്. എത്ര നാളത്തേക്കാണ് വിഡ്രോ ചെയ്യുന്നത്? 20 വർഷത്തേക്ക്. അതുപോലെ ഇതിൽ കൂട്ടാം. ഇത് 10 ആക്കാം, 15 ആക്കാം, 20 ആക്കാം, 25 ആക്കാം. ഓരോരുത്തരുടെ നീഡ് അനുസരിച്ചിട്ട് ഇത് വ്യത്യാസപ്പെടുന്നു. ഇപ്പോൾ 60 വയസ്സുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ആ കൃഷ്ണൻ്റെ എക്സാമ്പിളാണ് കേട്ടോ എടുത്തത്. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ 65 വയസ്സാണ് ഫയലിൽ പറയുന്നത്. ഞാൻ 60 കൂട്ടി. 60 വയസ്സുള്ള ഒരു വ്യക്തിയാണെങ്കിൽ 80 വയസ്സ് വരെ അദ്ദേഹത്തിന് ഇങ്ങനെ വിഡ്രോ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഒരു മാസം അദ്ദേഹം വിഡ്രോ ചെയ്യുന്നത്, അതായത് ഈ 4 സ്കീമുകളിൽ നിന്നും, ശരിക്കും പറഞ്ഞാൽ 4 അല്ല, ഇവിടെ 5 ഫണ്ടുകളുണ്ട്, അതിലേക്ക് നമുക്ക് കടക്കാം. എന്തായാലും ഈ 4-5 ഫണ്ടുകളിൽ നിന്ന് അദ്ദേഹം വിഡ്രോ ചെയ്യുന്നത് 36,000 രൂപയാണ് ഒരു മാസം വിഡ്രോ ചെയ്യുന്നത്. 20 വർഷമാകുമ്പോൾ അദ്ദേഹം വിഡ്രോ ചെയ്യുന്നത് 36,000 ഇൻറ്റു 12 ഇൻറ്റു 20, 86,40,000 രൂപ. എന്നാൽ 20 വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിന് പൈസയൊന്നും ബാക്കിയില്ലയെന്ന് കരുതരുത്. 86,40,000 രൂപ വിഡ്രോ ചെയ്യുകയും 20 വർഷം കഴിയുമ്പോൾ ഈ പറയുന്ന 6% റിട്ടേൺ പൊട്ടൻഷ്യലുള്ള ഫണ്ടിൽ 11,66,662 രൂപ ബാലൻസ് ഉണ്ടാവും. 8% റിട്ടേൺ പൊട്ടൻഷ്യലുള്ള ഫണ്ടിൽ 12,46,963 രൂപ ബാലൻസ് ഉണ്ടാവും. 10% റിട്ടേൺ പൊട്ടൻഷ്യലുള്ള ഫണ്ടിൽ 13,00,000 മുകളിൽ ബാലൻസ് ഉണ്ടാവും. 12% റിട്ടേൺ പൊട്ടൻഷ്യലുള്ള ഫണ്ടുകളിൽ നിന്ന് വിഡ്രോ ചെയ്തതിന് ശേഷം 28,00,000 മുകളിൽ ബാലൻസ് ഉണ്ടാവും. 28,90,787. ഇത് ടോട്ടൽ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 66,44,968 രൂപ അദ്ദേഹത്തിന് 80 വയസ്സാകുമ്പോൾ, 60 വയസ്സിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ 20 വർഷം ഇങ്ങനെ സ്ഥിരമായിട്ട് വിഡ്രോ ചെയ്ത് കഴിഞ്ഞ് 80 വയസ്സാകുമ്പോൾ ഈ പൈസ ബാലൻസ് ഉണ്ടാവും. എന്നാൽ ഞാനൊരു ഐഡിയയും കൂടി ഇതിൻ്റെ കൂടെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. ഇത് നമ്മുടെ മറ്റ് ഇൻവെസ്റ്റേഴ്സിന് പറഞ്ഞു കൊടുക്കുന്ന ഐഡിയകളാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എല്ലാ ഇൻവെസ്റ്റേഴ്സിനും, സ്ഥിരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് കേട്ടോ, അല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വാട്സപ്പ് ഒന്ന് ചെക്ക് ചെയ്യുക. വാട്സപ്പിൽ ഞാനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഫണ്ടിനെ പറ്റിയിട്ടാണ്. നിങ്ങൾക്ക് അതിനെപ്പറ്റി പഠിക്കാവുന്നതാണ്. എനിക്ക് നന്നായിട്ട് തോന്നി. ഞാൻ ഓൾറെഡി ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു, അപ്പോൾ അറിയിച്ചതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് നമ്മുടെ കൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് ലഭിക്കും. അത് സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്കാണ്. അല്ലാതെ പണ്ട് ഇങ്ങനെ അക്കൗണ്ട് എടുത്തു ഒരു ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ നടത്തി എന്നിട്ട് പോകുന്നവർക്ക് അയക്കില്ല എന്ന് പറയാൻ കാരണം അങ്ങനെ ഒരുപാട് പേരുണ്ട്. എനിക്കൊന്ന് വാട്സപ്പ് ബ്ലോക്ക് ആവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്ഥിരമായിട്ട് ഇൻവെസ്റ്റ് നടത്തുന്ന ആൾക്കാർക്ക് അയക്കും. അപ്പോൾ ഒന്ന് വാട്സപ്പ് ചെക്ക് ചെയ്തോളൂ. താല്പര്യമുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. എനിക്ക് നന്നായിട്ട് തോന്നി, ഞാൻ ചെയ്തു. അപ്പോൾ നിങ്ങളെ അറിയിച്ചു എന്ന് മാത്രം. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു എന്ന് അസ്യൂം ചെയ്യും കേട്ടോ. മറ്റ് ഇൻവെസ്റ്റേഴ്സിനോട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഐഡിയകളാണ് ഞാൻ ഷെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് മാസം 36,000 രൂപ വേണ്ട, അദ്ദേഹത്തിന് 30,000 രൂപ മതി. 30,000 രൂപ ഉണ്ടെങ്കിലും ഭയങ്കര ലാവിഷായിട്ട് ജീവിക്കുക. ഇനി ആവശ്യങ്ങളൊന്നുമില്ല. മക്കൾക്കൊക്കെ ജോലിയായി, ഇവരുടെ കാര്യങ്ങൾ നോക്കുന്ന മക്കളാണ്. പിന്നെ മക്കളുടെ മുന്നിൽ കൈ നീട്ടണ്ടല്ലോ. കൈ നീട്ടലല്ല, അല്ലാതെ തന്നെ മക്കൾ നോക്കും. അപ്പം ഇദ്ദേഹം ഈ പൈസ എടുത്തിട്ട് മക്കൾക്ക് എന്തെങ്കിലും ഒക്കെ ഗിഫ്റ്റായിട്ടും അല്ലെങ്കിൽ അങ്ങനെ സുഖമായിട്ട് ജീവിക്കുകയാണ്. അപ്പം 36,000 രൂപ എന്തായാലും ഇതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. ബാലൻസ് 66 ലക്ഷം രൂപ 80 വയസ്സാകുമ്പോൾ ബാക്കിയുണ്ട് താനും. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനൊരു സജഷൻ മുന്നോട്ട് വെച്ചു. നമുക്ക് ഈ കിട്ടുന്ന 36,000 രൂപയിൽ 6,000 രൂപ SIP ചെയ്യാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഹൈ റിസ്ക് ഉള്ള ഫണ്ടിൽ ചെയ്തോളൂ. കാരണം ഇത് നമുക്ക് ഇവിടുന്ന് റിട്ടേൺ ആയിട്ട് കിട്ടിയതാണല്ലോ, നമ്മളിപ്പോൾ കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് എടുക്കുന്നതല്ലോ. അതുകൊണ്ട് ഹൈ റിസ്ക് ഉള്ള ഫണ്ടിൽ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കമോഡിറ്റി ഫണ്ടിൽ, കമോഡിറ്റി എന്ന് പറഞ്ഞാൽ ഗോൾഡ് ആൻഡ് സിൽവർ, ഗോൾഡും സിൽവറും ഉള്ള അല്ലെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഫണ്ടിൽ മാസം 6,000 രൂപ വെച്ചിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ റിട്ടേൺ നമ്മുടെ ഇവിടെ കൂട്ടിയേക്കുന്ന 15%. ഇത് 12ഉം 13ഉം ഒക്കെ ആയിട്ട് കൂട്ടാം കേട്ടോ. അതായത് അദ്ദേഹം ഹൈ റിസ്ക് ഉള്ള ഫണ്ടിൽ തന്നെ ചെയ്തോളൂ.
എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ 15% റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ള കമോഡിറ്റി ഫണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇത് കാലാകാലങ്ങളിൽ നമുക്ക് മാറാം. ഇപ്പോൾ ഗോൾഡും സിൽവറും ഒക്കെ വില നന്നായിട്ട് കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ സജസ്റ്റ് ചെയ്യുന്ന ഈ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പിന്നീട് അത് മാറാം. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തു. 20 വർഷം അദ്ദേഹത്തിന് ഈ പെൻഷൻ പോലെ ഈ ഒരു പൈസ കിട്ടുന്നുണ്ട്. അതിൽ നിന്ന് 6000 രൂപ വെച്ച് അദ്ദേഹം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു. അത് ഓൾമോസ്റ്റ് എത്രയായി? 80 ലക്ഷമായി. സോ 66 ലക്ഷം രൂപ അദ്ദേഹത്തിന് ബാലൻസ് പൈസയുണ്ട്. അതിൻ്റെ കൂടെ ഒരു 80 ലക്ഷം രൂപ കൂടി. 80 ലക്ഷം എന്ന് പറഞ്ഞാൽ 1 കോടിയുടെ അടുത്തു. 79,62,441 രൂപ ഇതിൽ നിന്ന് അദ്ദേഹത്തിന് റിട്ടേൺ കിട്ടുന്നുണ്ട്. ശരിക്കും അദ്ദേഹം വിഡ്രോ ചെയ്ത് എത്ര പൈസയാണ്? 86,40,000 രൂപ. SIP 80 ലക്ഷം രൂപ. ബാലൻസ് ഉള്ള ഈ പൈസകൾ, ഇതെല്ലാം ബാലൻസ് ഉള്ള പൈസയാണ്. അത് 66,44,000 രൂപ. ഇനി ഏതൊക്കെ ഫണ്ടുകളാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഞാൻ 6% റിട്ടേൺ പൊട്ടൻഷ്യലുള്ള ഫണ്ട് പറഞ്ഞല്ലോ. അതിനായിട്ട് സെലക്ട് ചെയ്തേക്കുന്ന ഫണ്ട് ICICI Prudential ബാങ്കിങ് ആൻഡ് PSU ഡെറ്റ് ഫണ്ടാണ്. അപ്പോൾ ഈ ഫണ്ടിൻ്റെ പാസ്റ്റ് റിട്ടേൺ നമുക്കൊന്ന് നോക്കാം. ഇതാണ് നമ്മൾ ഫണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്നത്. ICICI Prudential ബാങ്കിങ് ആൻഡ് PSU ഡെറ്റ് ഫണ്ട്. ഇതിന് 1 ഇയർ റിട്ടേൺ എന്ന് പറയുന്നത് 7.22%. 3 ഇയർ റിട്ടേൺ എന്ന് പറയുന്നത് 7.52%. 5 ഇയർ റിട്ടേൺ എന്ന് പറയുന്നത് 6.37%. 10 വർഷത്തെ റിട്ടേൺ എന്ന് പറയുന്നത് പെർ ഇയർ ആണ് കേട്ടോ, 7.45%. സിൻസ് ഇൻസെപ്ഷൻ, അതായത് ഈ ഫണ്ട് രൂപം കൊണ്ട അന്ന് മുതൽ ഇന്ന് വരെയുള്ള ആനുവലൈസ്ഡ് റിട്ടേൺ അല്ലെങ്കിൽ CAGR എന്ന് പറയുന്നത് 7.86%. അതായത് ഒരു വർഷം 7.86% വെച്ച് തരുന്നു. അപ്പോൾ ഇത് ഇവിടെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും എല്ലാ വർഷവും കറക്റ്റല്ല തരുന്നത്. 7.5 വരുന്നുണ്ട്, 7.22 വരുന്നുണ്ട്, 6.37 വരുന്നുണ്ട്, 7.45 വരുന്നുണ്ട്. അത് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ ഫണ്ട് നമ്മൾ എന്തിനു വേണ്ടി എടുത്തേക്കുന്നത്? 6% റിട്ടേൺ പൊട്ടൻഷ്യലുള്ള ഫണ്ടിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫണ്ട് എടുത്തിരിക്കുന്നത്. ഈ ഒരു കോളംസ് നോക്കിക്കഴിഞ്ഞാൽ ഏത് ടൈം പീരീഡിലും 1 വർഷം, 3 വർഷം, 5 വർഷം, 10 വർഷം, പിന്നെ അതുണ്ടായ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ടൈം പീരീഡിലും 6% താഴെ ഇതിൻ്റെ റിട്ടേൺ പോയിട്ടില്ല എന്ന് കാണാൻ പറ്റും. ഇതേപോലത്തെ ഈ ഒരു ഫണ്ടല്ല ഉള്ള ഒരുപാട് ഫണ്ട്സ് ഉണ്ട്. ഞാൻ എക്സാമ്പിളിന് ഈ ഒരു ഫണ്ടേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ എത്രയാണ് ഇടുന്നത്? 10 ലക്ഷമാണ് ഇടുന്നത്. റിട്ടേൺ നമ്മൾ കൂട്ടിയിരിക്കുന്ന 6%, പക്ഷേ 7% മുകളിൽ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും കൂടുതൽ പൈസ അദ്ദേഹത്തിന് വിഡ്രോ ചെയ്യാം. അദ്ദേഹത്തിന് 80 വയസ്സാകുമ്പോൾ കൂടുതൽ, അതായത് ഈ ഫണ്ടിൽ നിന്ന് വന്നിരിക്കുന്ന പൈസ നമ്മൾ അവിടെ കൂട്ടിയല്ലോ, ബാക്കിയുള്ള പൈസ അതിൽ വീണ്ടും കൂടുതലുണ്ടാവും. ഇനി 8% റിട്ടേൺ പൊട്ടൻഷ്യലുള്ള ഫണ്ട് നമ്മൾ കൂട്ടിയല്ലോ. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ആദിത്യ ബിർള സൺ ലൈഫ് ക്രെഡിറ്റ് റിസ്ക് ഫണ്ടാണ്. ഇതും ഒരു ഡെറ്റ് ഫണ്ടാണ്. ഇതിൻ്റെ റിട്ടേൺ 1 ഇയർ റിട്ടേൺ 13.27%, 3 ഇയർ റിട്ടേൺ 12%-ന് മുകളിൽ, 5 ഇയർ റിട്ടേൺ 9.89%, 10 വർഷത്തെ റിട്ടേൺ 8.54%, സിൻസ് ഇൻസെപ്ഷൻ 8.54%. ഈ ഫണ്ടിൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ എടുത്തിരിക്കുന്ന റിട്ടേൺ 8%. എന്നാൽ ഈ ടൈം പീരീഡിലൊന്നും ഈ ഫണ്ട് 8%-ൻ്റെ താഴെ പോയിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ വർഷമൊന്നും നമ്മുടെ മാർക്കറ്റ് പെർഫോം ചെയ്തിട്ടില്ലാഞ്ഞിട്ട് പോലും 13%-ന് മുകളിലാണ് ഒരു വർഷത്തെ തന്നെ റിട്ടേൺ. അപ്പോൾ 8% റിട്ടേണിന് വേണ്ടി എടുത്തിരിക്കുന്ന ഈ ഫണ്ടാണ്. ഇനി നമുക്ക് വീണ്ടും താഴേക്ക് പോവാം. ഇനി ഹൈബ്രിഡ് ഫണ്ടുകളാണ്. നമ്മൾ ആർട്ടിക്കിളിൽ കണ്ടു ഹൈബ്രിഡ് ഫണ്ടിലാണ് കൃഷ്ണൻ ഇൻവെസ്റ്റ് ചെയ്തതെന്ന്. പക്ഷേ ഞാനാണെങ്കിൽ 1-2 ഡെറ്റ് ഫണ്ടുകൾ കൂടി കൊടുക്കും, എന്നിട്ടേ ഹൈബ്രിഡ് കൊടുക്കും. എന്തായാലും 3 ഹൈബ്രിഡ് ഫണ്ടുകൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തേത് HSBC അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട്. ഇതിൻ്റെ 1 ഇയർ റിട്ടേൺ എന്ന് പറയുന്നത് 16.52%, 3 ഇയർ 15.32%, 5 ഇയർ 11.17%, 10 ഇയർ 12.07%, സിൻസ് ഇൻസെപ്ഷൻ 12.18%. ഇത് ഏത് കാറ്റഗറിയിലാണ് കൂട്ടിയിരിക്കുന്നത്? ഇത് 10% റിട്ടേൺ പൊട്ടൻഷ്യലുള്ള ഫണ്ടിൻ്റെ കാറ്റഗറിയിലാണ് കൂട്ടിയിരിക്കുന്നത്. അതായത് ഇവിടെ കണ്ടില്ലേ 6%, 8%, 10%. ഈ 10% റിട്ടേൺ പൊട്ടൻഷ്യൽ ഉള്ള ഫണ്ടിൻ്റെ കാറ്റഗറിയിലാണ് ഇപ്പോൾ നമ്മൾ കണ്ട ഫണ്ട് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും അതിലും എത്രയോ കൂടുതലാണ് ഈ പറഞ്ഞ കാലഘട്ടങ്ങളിൽ ആ ഫണ്ട് തന്നിട്ടുള്ള റിട്ടേൺ. നമ്മളിവിടെ 10 എടുത്തിട്ടുള്ളൂ, 15ഉം 16ഉം ഒക്കെ തന്നിട്ടുണ്ട്. അപ്പം ഇതേ രീതിയിൽ ഇതിൻ്റെ പെർഫോമൻസ് മുന്നോട്ട് പോവുകയാണെങ്കിൽ
അദ്ദേഹത്തിന് ലഭിക്കുന്ന തുക നമ്മൾ കൂട്ടിയതിനെ കഴിഞ്ഞ് വളരെ കൂടുതലായിരിക്കും. ഇനി 12% റിട്ടേൺ പൊട്ടൻഷ്യലുള്ള ഫണ്ട്, അതായത് ഇതിൽ നമ്മൾ 20 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഫണ്ടിലും 10 ലക്ഷം 10 ലക്ഷം വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാം. ഇതും ഹൈബ്രിഡ് ഫണ്ടാണ്, മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഫണ്ട് ICICI പ്രുഡൻഷ്യൽ മൾട്ടി അസറ്റ് ഫണ്ട്. ഇതിൽ പല ഫണ്ടുകളും ഞാൻ ഹോൾഡ് ചെയ്യുന്ന ഫണ്ടുകളാണ് കേട്ടോ. ഡിസ്ക്ലൈമർ പറഞ്ഞതാണ്, എല്ലാം ഹോൾഡ് ചെയ്യുന്നില്ല, പല ഫണ്ടുകൾ ഇപ്പോൾ പറഞ്ഞ ICICI ഒക്കെ എൻ്റെ കയ്യിലുള്ളതാണ്. അപ്പോൾ ഈ ഫണ്ടിൻ്റെ റിട്ടേൺ നമുക്ക് നോക്കാം. 1 ഇയർ റിട്ടേൺ എന്ന് പറയുന്നത് 17.25%, 3 ഇയർ 19.51%, 5 ഇയർ 19.82%, 10 ഇയർ 17.66%, സിൻസ് ഇൻസെപ്ഷൻ 20.82%. എത്രയാണ് നമ്മളിവിടെ കാൽക്കുലേഷന് വേണ്ടി എടുത്തിരിക്കുന്നത്? 12% റിട്ടേൺ ആണ് ഈ ഫണ്ടിൽ നമ്മൾ കാൽക്കുലേഷന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇനി അടുത്ത് ക്വാണ്ടിൻ്റെ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട്. 1 വർഷത്തെ റിട്ടേൺ 28.57%, 3 വർഷത്തെ റിട്ടേൺ 23.72%, 5 വർഷത്തെ റിട്ടേൺ 26.07%, 10 വർഷത്തെ റിട്ടേൺ 18.41%, സിൻസ് ഇൻസെപ്ഷൻ 11.86%. അപ്പോൾ ഇതിൻ്റെയും റിട്ടേൺ നമ്മൾ ആവറേജ് എടുത്തിരിക്കുന്നത് 12% തന്നെയാണ്. നമുക്കറിയാം മിക്ക ടൈം പീരീഡിലും, എല്ലാ ടൈം പീരീഡിലും തന്നെ ഇതിൻ്റെ റിട്ടേൺ 12%-ന് മുകളിലാണ്. ഇൻസെപ്ഷൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത് 12%-ൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇതിൻ്റെ റിട്ടേൺ നിൽക്കുന്നത്. ഇനി നമ്മൾ ഇപ്പോൾ അദ്ദേഹത്തിന് കൃഷ്ണന് കൊടുത്തിരിക്കുന്ന SIP ചെയ്യാനുള്ള ഫണ്ട് ഇപ്പോൾ ഇതാണ്. പിന്നീട് നമ്മൾ ചിലപ്പോൾ മാറ്റുന്നുണ്ടാകും, കാരണം റിസ്ക് എടുക്കുന്നതിന് കൊണ്ട് അദ്ദേഹത്തിന് കുഴപ്പമില്ല. അപ്പോൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഗോൾഡ് ആൻഡ് സിൽവർ പാസീവ് ഫണ്ട് ഓഫ് ഫണ്ടാണ്. ഇത് പുതിയൊരു ഫണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഗോൾഡ്, ആക്സിസിൻ്റെ ഗോൾഡ് ഫണ്ടും അത് ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ സിൽവർ ഫണ്ട് അതും ഹോൾഡ് ചെയ്യുന്നുണ്ട്. അത് രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ഫണ്ടാണ് ഇത്. അപ്പോൾ ഇതിൽ 6000 രൂപയാണ് അദ്ദേഹം SIP ചെയ്യുന്നത്. SIP നമ്മൾ പറഞ്ഞല്ലോ, കയ്യിൽ നിന്നല്ല, അദ്ദേഹത്തിന് 36,000 രൂപ ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ SWP ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിന് വരുമാനം വരുന്നുണ്ട്. അതിൽ അദ്ദേഹത്തിന് 6000 രൂപ അദ്ദേഹം അതിൽ നിന്ന് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സിൻസ് ഇൻസെപ്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ 88%, അതായത് ഹൈ റിസ്ക് ഉള്ള ഫണ്ടാണ്. നമുക്ക് ഇവിടെ മനസ്സിലാക്കാം 88% അതിൻ്റെ റിട്ടേൺ ഈ ഫണ്ട് രൂപം കൊണ്ടിട്ട് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഈ രൂപം കൊണ്ടിട്ട് അധികം നാളായിട്ടില്ല, ഏതാനും മാസങ്ങളായിട്ടുള്ളൂ, 3-4 മാസം അങ്ങനെ ആയിട്ടുള്ളൂ. അതുകൊണ്ട് 1 ഇയർ 3 ഇയർ 5 ഇയർ 10 ഇയർ റിട്ടേൺ ഒന്നും ഇവിടെയില്ല. പക്ഷേ അത് രൂപം കൊണ്ടിട്ട് ഏതാനും മാസങ്ങൾ കൊണ്ട് തന്നെ 88% റിട്ടേൺ ആ ഫണ്ട് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇത് ഓർക്കുക, ഇത് പാസ്റ്റ് ഡേറ്റയാണ്. അപ്പോൾ ഈ റിട്ടേൺ ഗ്യാരണ്ടീഡ് അല്ല, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഇതിൽ 1 ഇയറിന് താഴെ കാണിച്ചിരിക്കുന്ന റിട്ടേൺ അബ്സല്യൂട്ട് റിട്ടേൺ ആണ്. പിന്നെ റിട്ടേൺസ് ഓവർ 1 ഇയർ കാണിച്ചിരിക്കുന്ന ആനുവലൈസ്ഡ് റിട്ടേൺ ആണ്. പിന്നെ പാസ്റ്റ് പെർഫോമൻസ് ഈസ് നോട്ട് എ ഗ്യാരണ്ടി ഓഫ് ഫ്യൂച്ചർ റിട്ടേൺസ്. അത് ഓർക്കുക കേട്ടോ. അപ്പോൾ അത്രയും റിട്ടേൺ കിട്ടി എന്ന് കരുതിയിട്ട് ഫ്യൂച്ചർ ചെയ്ത് കിട്ടണം നിർബന്ധമൊന്നുമില്ല. ആ റിട്ടേണിൽ കൂടാനും കുറയാനും, അതായത് വേരിയേഷൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ സ്ലൈഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ SWPനെ പറ്റിയിട്ടുള്ള ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ യൂട്യൂബിൽ മുമ്പ് കണ്ടിട്ടില്ല. അതായത് ഫണ്ടിൻ്റെ പേരടക്കം പറഞ്ഞ് അതിൽ ഓരോന്നിൻ്റെയും റിട്ടേൺ 6%, 8, 10, 12 അതിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത്, തുകയും സ്പ്ലിറ്റ് ചെയ്ത്, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നൊരു ഭാഗം SIP ഒക്കെ ചെയ്ത് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന, അതേ സമയം തന്നെ എല്ലാ മാസവും ഒരു തുക ബാങ്കിലേക്ക് വരുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു പ്ലാന് ആരും അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യാൻ തന്നെ ഞാൻ നല്ല ഇതെടുത്തു കേട്ടോ. അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾക്കൊക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ ഏഞ്ചൽ വൺ, അസറ്റ് പ്ലസ്, ഫണ്ട്സ് ബസാർ തുടങ്ങിയ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോമുകളുടെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ എവിടെ വേണമെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അക്കൗണ്ട് എടുക്കാനും മറ്റും താല്പര്യമുള്ളവർക്ക് ആ ലിങ്ക് ഉപയോഗിച്ച് അക്കൗണ്ട് എടുക്കാം. അക്കൗണ്ട് എടുത്തവർ നിർബന്ധമായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനലുണ്ട്, അതിൽ ഞാൻ ഈ ഫയലുകളൊക്കെ ഷെയർ ചെയ്തേക്കാം. ഇനി നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തേക്ക് പോവുകയാണ്, എന്തുകൊണ്ട് ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ വേണമെന്നുള്ളത്. അപ്പോൾ ഇത് താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. താല്പര്യമുള്ളവർക്ക് കണ്ട് മുന്നോട്ട് പോകാം. വൈ ചൂസ് എ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ ഇൻ യുവർ വെൽത്ത് ക്രിയേഷൻ ജേണി. ഇവിടുത്തെ ഒരു വലിയ ചോദ്യം, ക്യാൻ യു ക്രിയേറ്റ് വെൽത്ത് എലോൺ? താങ്കൾക്ക് തനിച്ച് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കൂ? അങ്ങനെ സാധിക്കുമെങ്കിൽ താങ്കൾക്ക് ഒരു ഡിസ്ട്രിബ്യൂട്ടറുടെ ആവശ്യമില്ല. നമ്മുടെ മുന്നിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്, ടു മെനി ഇൻവെസ്റ്റ്മെൻറ്റ് ചോയ്സസ്. അതാണ് ഒരു പ്രശ്നം. 5000-ന് മുകളിൽ മ്യൂച്വൽ ഫണ്ടുകൾ, അത് പല രീതിയിലുള്ളതുണ്ട്. IDCW ഒക്കെ അതിൽ പെടുന്നതാണ്. അങ്ങനെ പല രീതിയിലുള്ള ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകൾ. പക്ഷേ നോർമലി ഒരാൾക്ക്
റിസർച്ച് ചെയ്യാനൊന്നും സമയം കിട്ടുന്നുണ്ടാവില്ല. ലാക്ക് ഓഫ് ടൈം ഫോർ റിസർച്ച്. അപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർക്ക് അതാണ് തൊഴിൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരുപാട് റിസർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫയൽ പ്രിപ്പയർ ചെയ്യാനും അതിലേക്കുള്ള സ്കീമുകൾ കണ്ടെത്താനുമായിട്ട് ഞാൻ റിസർച്ച് ചെയ്യുന്നുണ്ട്. ഇന്ന് തന്നെ ഒരുപാട് സ്കീമുകൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല റിസർച്ച് ഇല്ലാതെ ഇത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല. മൂന്നാമത്തെ ഇമോഷണൽ ഡിസിഷൻസ് ഡ്യൂറിങ് വോളറ്റിലിറ്റി. അപ്പോൾ മാർക്കറ്റിൽ സ്കീമുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാർക്കറ്റേ വോളറ്റൈലാണ്. അപ്പോൾ ഈ വോളറ്റൈൽ മാർക്കറ്റിൽ നമുക്ക് വ്യക്തമായ ഒരു അറിവും ഇതൊന്നും ഇല്ലാതെ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് താഴേക്കും മുകളിലേക്കും പോകും. അപ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ നമുക്കൊരു പേടി വരും അല്ലേ, ഞാൻ എടുത്ത തീരുമാനം തെറ്റിയോ എന്ന് പല ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിനും പിന്നീട് തോന്നിയാണ് അവരെന്നോടത് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു പ്രശ്നമാണ്. ഇത് കുറച്ച് നാൾ കൂടുതൽ നീണ്ടു നിന്നാൽ, അതായത് ഈ വോളറ്റിലിറ്റി കുറച്ച് നാൾ കൂടുതൽ നീണ്ടു നിന്നിട്ടുണ്ടെങ്കിൽ അവരൊരു നിഗമനത്തിലെത്തും, ഞാനെടുത്ത തീരുമാനം തെറ്റിയെന്ന്. അവർക്കത് ആരോടും ചോദിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ ഇല്ല, ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ ഇല്ല, പിന്നെ ആരോടെങ്കിലും ചോദിച്ചിട്ട് അവർ പറയുന്നത് ട്രസ്റ്റ് ചെയ്യുകയോ ഇല്ല. അപ്പോൾ അവരെടുക്കുന്ന തീരുമാനം തെറ്റാനുള്ള സാധ്യത. ചിലപ്പോൾ നല്ല ഫണ്ടായിരിക്കും, അത് മാർക്കറ്റിൻ്റെ ആ ഒരു പ്രത്യേക കണ്ടീഷൻ കാരണം അത് താഴ്ന്ന് നിൽക്കുന്നതായിരിക്കും. പിന്നീട് മാർക്കറ്റ് കയറുമ്പോൾ നല്ല രീതിയിൽ കയറാൻ പൊട്ടൻഷ്യലുള്ള ഫണ്ടായിരിക്കും. പക്ഷേ അതവർക്കറിയില്ല. അപ്പോൾ അത് പാനിക്കായിട്ട് വിറ്റ് മാറാനും അങ്ങനെ നമ്മൾ എടുക്കുന്ന തീരുമാനം നമ്മുടെ വെൽത്ത് ക്രിയേഷനെ തന്നെ ബാധിക്കാനും സാധ്യതയുണ്ട്. മാർക്കറ്റ്സ് ആർ വാസ്റ്റ്, ഓപ്ഷൻസ് ആർ എൻഡ്ലെസ്, മിസ്റ്റേക്സ് ക്യാൻ ബി കോസ്റ്റ്ലി. നമ്മൾ എടുക്കുന്ന തീരുമാനം തെറ്റിക്കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ നമ്മുടെ വെൽത്ത് ക്രിയേഷനെ ബാധിക്കും. ഒരു ഇൻവെസ്റ്റർക്ക് എന്താണ് ശരിക്കും വേണ്ടത്? ഒന്ന്, ക്ലാരിറ്റി ഓൺ ഫിനാൻഷ്യൽ ഗോൾസ്. എന്തിനാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, എന്ത് ലക്ഷ്യത്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് ഇൻവെസ്റ്റർക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അടുത്തത്, റൈറ്റ് പ്രോഡക്റ്റ് സെലക്ഷൻ. അദ്ദേഹം എടുക്കുന്ന സ്കീംസ് പെർഫെക്റ്റ് ആയിരിക്കണം. മൂന്നാമത്തേത്, ഡിസിപ്ലിൻ ആൻഡ് കൺസിസ്റ്റൻസി. ഇപ്പോൾ SIP ഒക്കെ ചെയ്യുന്നവർക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം. മാർക്കറ്റ് പൊട്ടുമ്പോൾ ചെയ്യാതിരിക്കും, മാർക്കറ്റ് ഉയരുമ്പോൾ ചെയ്യുന്ന അതൊന്നും അത്ര നല്ലതല്ല. അപ്പോൾ ഡിസിപ്ലിൻ വേണം. ഡിസിപ്ലിൻഡായിട്ട് കൺസിസ്റ്റൻ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് വെൽത്ത് ക്രിയേഷൻ സാധിക്കുകയുള്ളൂ. സപ്പോർട്ട് ഡ്യൂറിങ് മാർക്കറ്റ് അപ്സ് ആൻഡ് ഡൗൺസ്. മാർക്കറ്റ് എന്തായാലും അപ്പും ഡൗണും പോകും. അപ്പോൾ ആ സമയത്ത് മാർക്കറ്റിനെ പറ്റി നോളജുള്ള, ലൈസൻസുള്ള, ഒരുപാട് വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളുകളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. അപ്പോൾ അവർക്കറിയായിരിക്കും ഇപ്പോൾ മാർക്കറ്റ് താഴേക്ക് പോകുന്നു, പക്ഷേ ഈ ഒരു സെക്ടർ താഴേക്ക് പോകുന്നില്ല, അത് അതിന് പകരമായിട്ട് മുകളിലേക്ക് പോകുമായിരിക്കും. അപ്പോൾ മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ ഏതെങ്കിലുമൊക്കെ സെക്ടേഴ്സ് മുകളിലേക്ക് പോകുന്നുണ്ടാവും. കഴിഞ്ഞ കൊല്ലം ഏതായിരുന്നു? സ്വർണവും വെള്ളിയായിരുന്നു, എല്ലാവർക്കും അറിയാം അല്ലേ. ഇനി അടുത്ത എന്തായിരിക്കും അറിയില്ല, പക്ഷേ എവിടെയാണ് മൂവ്മെൻറ്റ് എന്ന് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഇവിടെ ആ മൂവ്മെൻറ്റ് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. വെൽത്ത് ക്രിയേഷൻ നീഡ്സ് ക്ലാരിറ്റി, ഡിസിപ്ലിൻ ആൻഡ് ദ റൈറ്റ് ഗൈഡൻസ്. അത് വളരെ വളരെ അത്യാവശ്യമാണ്. എൻ്റർ ദ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ MFD, യുവർ വെൽത്ത് ക്രിയേഷൻ പാർട്ട്ണർ, ഗൈഡ്സ് യു വിത്ത് ക്ലാരിറ്റി ആൻഡ് കോൺഫിഡൻസ്, മാച്ചസ് പ്രോഡക്റ്റ് വിത്ത് യുവർ യൂണിക് നീഡ്സ്. നിങ്ങളുടെ ആവശ്യമനുസരണം പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുന്നു. ഡെറ്റിലാണോ വേണ്ടത്? ഡെറ്റ് തന്നെ എത്ര എണ്ണമുണ്ട്? ഇപ്പോൾ ഹൈബ്രിഡ് ഫണ്ട് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 7 തരത്തിൽ ഹൈബ്രിഡ് ഫണ്ടുണ്ട്. 7 തരത്തിൽ. ഡെറ്റ് ഫണ്ട് ഒരുപാടുണ്ട്. എനിക്ക് തോന്നുന്നു 10-16 ടൈപ്സ് ഉണ്ട്. ഞാനത് എണ്ണിയിട്ടില്ല. ഓൾമോസ്റ്റ് അത് 16 എനിക്ക് തോന്നുന്നു, ചിലപ്പോൾ അതിലും കൂടുതൽ കാണും. ഹൈബ്രിഡ് ഞാൻ ഈ വീഡിയോ പറയാൻ തന്നെ എണ്ണി വെച്ചു. 7 എണ്ണമുണ്ട്. ഇക്വിറ്റി ഫണ്ട് ഒരുപാടുണ്ട്. ഇൻ്റർനാഷണൽ ഫണ്ട്സ് അതും കുറേ ഉണ്ട്. ഇൻ്റർനാഷണൽ ഫണ്ട്സ് ലിമിറ്റഡ് ആണ് കേട്ടോ, കുറച്ചെണ്ണം ഉള്ളൂ. എന്നാലും കുറേ ഉണ്ട്, ഹൈബ്രിഡിനെ കഴിഞ്ഞൊക്കെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫണ്ടാണ് വേണ്ടത് എന്ന് ഡിസ്ട്രിബ്യൂട്ടർ അനലൈസ് ചെയ്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഞാനങ്ങനെ അവർക്ക് ആവശ്യമുള്ള ഫണ്ടുകൾ കൊടുക്കാറുണ്ടെങ്കിൽ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോ കേട്ടോ. അപ്പോൾ അവർ ഇന്ന ഫണ്ടുകളുടെ പേര് പറയുമ്പോൾ ഞാൻ ജെന്യുവൻ ആയിട്ടുള്ള ഒപ്പീനിയൻ കൊടുക്കും. അതായത് ആ ഫണ്ട് കൊള്ളാം, അത് കുഴപ്പമില്ല, ഇതിന് പകരമായിട്ട് അത് ചെയ്യാം, അല്ലെങ്കിൽ അത് പോരാ കേട്ടോ, ഫണ്ട് പോരാ, ഇന്ന കാരണങ്ങൾ കൊണ്ട് അത് പോരാ. ഞാൻ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് അത് കൊടുക്കാറുണ്ട്. തീർച്ചയായിട്ടും അവർ സെലക്ട് ചെയ്യുന്ന ഫണ്ടുകൾ ഏതാണെന്ന് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസിഷൻ ഉണ്ടോ, തുറന്ന് പറഞ്ഞോളൂ. എന്നിട്ട് അതും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോവുക. കീപ്സ് യു ഡിസിപ്ലിൻഡ് ഓൺ ദ ജേണി, വർക്ക്സ് വിത്ത് യു നോട്ട് ജസ്റ്റ് ഫോർ യു. ഇതാണ് നല്ല രസമുണ്ടല്ലോ, വർക്ക്സ് വിത്ത് യു. എനിക്കും അത് അവരെ നമ്മൾ സഹായിക്കുമ്പം, ഒരു ഇൻവെസ്റ്ററെ സഹായിക്കുമ്പം ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന അതൊരു ജോലിയായിട്ട് തോന്നാറില്ല. ഞാൻ ഈ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നത് എനിക്ക് ജോലിയായിട്ട് തോന്നാറില്ല. ഞാനിത് വളരെ ആസ്വദിച്ച് എൻ്റർടൈൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എനിക്കിത് എൻ്റർടൈൻമെൻറ്റാണ്, ഒരിക്കലും അതൊരു ജോലിയല്ല. അത് ശരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത്
ജോലിയായിട്ട് തോന്നാറില്ല. എല്ലാവർക്കും അങ്ങനെയാണെന്നില്ല കേട്ടോ, എക്സെപ്ഷൻ ഉണ്ട്. എനിക്കങ്ങനെയാണ്. പക്ഷേ ഓർക്കുക, ചിലവർക്കൊക്കെ ഇത് ജോലിയായിരിക്കും. ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾ, ഒരു പൊസിഷനിൽ ഇരിക്കുന്നയാൾ ഒരു സ്ഥാപനത്തിൽ ജോലി, അവർക്കതൊരു ജോലിയാണ്. പക്ഷേ എനിക്കിതൊരു ജോലിയല്ല, മറിച്ച് പാഷനാണ്. ആൻഡ് MFD ഈസ് നോട്ട് ജസ്റ്റ് എ സെല്ലർ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ്. ദേ ആർ യുവർ ഗൈഡ്, കോച്ച് ആൻഡ് അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ ഇൻ ദ വെൽത്ത് ജേണി. എക്സ്പെർട്ടൈസ് ദാറ്റ് സേവ്സ് യു ടൈം. അപ്പം ഈ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിൽ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ നല്ല എക്സ്പേർട്ടായിരിക്കും. അപ്പോൾ അവരുടെ നോളജ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവും. ആ നോളജെല്ലാം കാച്ചി കുറുകിയിട്ടാണ് നിങ്ങൾക്ക് അവരൊരു ഫയൽ അയച്ചു തരുന്നത്. സോ മാർക്കറ്റ് നോളജ് അറ്റ് യുവർ ഫിംഗർ ടിപ്പ്. ഇവാലുവേറ്റ്സ് ഹൺഡ്രഡ്സ് ഓഫ് സ്കീംസ് ഫോർ യു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് 100 കണക്കിന് മ്യൂച്വൽ ഫണ്ട്സ് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. 100 അല്ല, അതിൽ കൂടുതൽ ഫണ്ട്സ് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അത് സ്ഥിരം ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് അതിലെ റൈറ്റ് ഫണ്ട്, ഒരു പേഴ്സണ് അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുമായിട്ട് ചാറ്റ് ചെയ്യുമ്പോൾ, ഞാൻ കൂടുതലും വാട്സപ്പിലാണ് ചാറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് മാത്രം മെസ്സേജ് അയച്ചാൽ മതി. അക്കൗണ്ട് ഓപ്പണിങ്ങിനും ഉള്ള ഹെൽപ്പിനും അയക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാനും അയക്കാം. നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് അയച്ചാൽ മതി. എല്ലാ മെസ്സേജും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ മെസ്സേജ് ആകുമ്പോൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഇവാലുവേറ്റ് ഹൺഡ്രഡ്സ് ഓഫ് സ്കീംസ് അല്ല, അതിൽ കൂടുതൽ സ്കീംസ് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടാകും. സിംപ്ലിഫൈസ് കോംപ്ലക്സ് മാർക്കറ്റ് ഡാറ്റ, കീപ് ട്രാക്ക് ഓഫ് ലേറ്റസ്റ്റ് റെഗുലേഷൻസ് ആൻഡ് അപ്ഡേറ്റ്സ്, സേവ്സ് യു ഹവേഴ്സ് ഓഫ് റിസർച്ച് ആൻഡ് സ്ട്രെസ്. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്കിതൊരു സ്ട്രെസ് അല്ല. റിസർച്ച് ചെയ്യുന്നതും അതുപോലെ തന്നെ പുതിയ സംഭവങ്ങൾ കണ്ടെത്തുന്നതും അല്ല, അതെനിക്ക്, ഞാനത് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന, വളരെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അങ്ങനെ ആകണം എന്നില്ല, തീർച്ചയായിട്ടും അല്ല, എല്ലാവർക്കും അങ്ങനെയല്ല. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് റിസർച്ചും കാര്യങ്ങളുമൊക്കെ MFD ചെയ്യുന്നുണ്ടാവും. MFDs അനലൈസ് ഹൺഡ്രഡ്സ് ഓഫ് സ്കീംസ്, സോ യു ഡോണ്ട് ഹാവ് ടു. നിങ്ങളത് ചെയ്യേണ്ട കാര്യമില്ല, MFD അത് ചെയ്യുന്നുണ്ടാവും. ഗോൾ ബേസ്ഡ് അപ്രോച്ച്. എവറി ഡ്രീം നീഡ്സ് എ പ്ലാൻ. ചൈൽഡ്സ് എഡ്യൂക്കേഷൻ, ഫ്യൂച്ചർ സെക്യൂരിറ്റി, കംഫർട്ടബിൾ റിട്ടയർമെൻറ്റ് ലൈഫ് സ്റ്റൈൽ, ഡ്രീം ഹോം ആൻഡ് ഫാമിലി വെക്കേഷൻസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു ആർട്ടിക്കിൾ ഞാൻ ഇന്നാൾ വായിച്ചിട്ടുണ്ടായിരുന്നു, മ്യൂച്വൽ ഫണ്ട് ഫോർ വെക്കേഷൻ. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം. അതിന് നമുക്കൊരു പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ വീഡിയോ ചെയ്യാം. നല്ല രസമല്ലേ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് റിട്ടേൺ എടുത്ത് വെക്കേഷന് പോകുന്നത്, സൂപ്പറാണ്. വെൽത്ത് ഫോർ എമർജൻസീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. എമർജൻസി ഫണ്ടുകൾ, കാര്യങ്ങൾ, അതൊക്കെ എല്ലാവർക്കും വേണം. MFDs അലൈൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വിത്ത് യുവർ ലൈഫ് ഗോൾസ്, ചൈൽഡ്സ് എഡ്യൂക്കേഷൻ, റിട്ടയർമെൻറ്റ്, ഹോം ഓർ വെക്കേഷൻ. വീട് പണിയാനൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ഹാൻഡ് ഹോൾഡിംഗ് ഇൻ മാർക്കറ്റ് വോളറ്റിലിറ്റി, സ്റ്റേ കാം, സ്റ്റേ ഇൻവെസ്റ്റഡ്, സ്റ്റോപ്പ് യു ഫ്രം പാനിക് സെല്ലിങ്. അതാണ് മെയിൻ ഒരു സംഭവം. കാരണം നമുക്ക് വ്യക്തമായ ഒരു നോളജ് ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുക ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് മണ്ടത്തരമായ ആ സാധനം അത് അബദ്ധമായി എന്നാണ് വിചാരിക്കുക. പാനിക്ക് സെല്ല് ചെയ്യും, പാനിക്കായിട്ട് സെല്ല് ചെയ്യും. അതേസമയം അതൊരു റൈറ്റ് ഫണ്ടാണ്, നല്ല ഫണ്ടാണ്, നമ്മളതിൽ സ്റ്റേ ഇൻവെസ്റ്റഡ് ആയിട്ടിരുന്നാൽ മതി, കാമായിട്ടിരുന്നാൽ മതി എന്ന് ഒരു ഡിസ്ട്രിബ്യൂട്ടർ പറയുമ്പോൾ, അങ്ങനത്തെ ഫണ്ടാണെങ്കിൽ അവരത് പറയും. അല്ലെങ്കിൽ മാറ്റണമെങ്കിൽ മാറ്റണം എന്നും പറയും. ഇപ്പം ഞാൻ ഈ 2 തരത്തിലും പറയും. നമ്മളിപ്പോൾ നേരത്തെ ഇൻവെസ്റ്റ് ചെയ്ത ആ ഫണ്ട് ഞാൻ നോക്കിയിട്ട് ഇത് പോരാ, ഇത് മാറ്റുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഇതിൽ നമുക്ക് ഇൻവെസ്റ്റഡ് ആയിട്ടിരിക്കാം, ഹോൾഡ് ചെയ്താൽ മതി, ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നുണ്ടാവും. അപ്പോൾ അത് നമുക്ക് കറക്റ്റ് ആ ഗൈഡൻസ് കിട്ടിയില്ലെങ്കിൽ പാനിക് സെല്ല് ചെയ്യും. ഹെൽപ്സ് യു സ്റ്റേ ഫോക്കസ്ഡ് ഓൺ ദ ലോങ് ടേം, റിമൈൻഡ്സ് യു ദാറ്റ് വോളറ്റിലിറ്റി ഈസ് ടെമ്പററി. ശരിയല്ലേ? ടേൺസ് ഫിയർ ഇൻ ടു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. അപ്പോൾ നമ്മുടെ ഭയം ഫിനാൻഷ്യൽ ഡിസിപ്ലിനിലേക്ക് വഴി മാറുകയാണ് ചെയ്യുന്നത്. വെൻ മാർക്കറ്റ് ഫാൾ, പാനിക് മേ മേക്ക് യു ലോസ് മണി. MFDs എൻഷുവർ പേഷ്യൻസ്, ഡിസിപ്ലിൻ ആൻഡ് വെൽത്ത് ക്രിയേഷൻ. സോ വെൽത്ത് ക്രിയേഷന് ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ തീർച്ചയായിട്ടും എല്ലാവർക്കും അത്യാവശ്യമാണ്. റിവ്യൂ ആൻഡ് റീബാലൻസിങ്. അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്, നമ്മുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ പോർട്ട്ഫോളിയോ 6 മാസം കൂടുമ്പോൾ റിവ്യൂ ചെയ്യുന്നുണ്ട്. റിവ്യൂ ചെയ്ത് ആ പോർട്ട്ഫോളിയോ റീബാലൻസ് ചെയ്യണമെങ്കിൽ പലർക്കും മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. ആ മാറ്റങ്ങൾ വരുത്തി നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകുന്നുണ്ട്. ബിക്കോസ് ലൈഫ് ആൻഡ് മാർക്കറ്റ് ചേഞ്ച്. ജീവിതം മാറുന്നുണ്ടാവും, അതുപോലെ തന്നെ മാർക്കറ്റ് മാറുന്നുണ്ടാവും. സോ റെഗുലർലി മോണിറ്റേഴ്സ് പോർട്ട്ഫോളിയോ പെർഫോമൻസ്. ഇതൊരു 6 മാസം കൂടുമ്പോൾ മോണിറ്റർ ചെയ്താൽ മതി പോർട്ട്ഫോളിയോ പെർഫോമൻസ്. എന്നിട്ട് വേണ്ട ചേഞ്ചുകൾ വരുത്തണം. ഇപ്പോൾ ഗോൾഡ് ആൻഡ് സിൽവർ ഫണ്ട് ഞാൻ നേരത്തെ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞു, 1 വർഷത്തെ പെർഫോമൻസ് അതിലില്ല എന്നല്ലേ. എല്ലാ ഗോൾഡ് ആൻഡ് സിൽവർ ഫണ്ടുകൾ എടുത്താലും ഒരുപാട് നാളത്തെ, ഇപ്പോൾ 10 വർഷത്തെ പെർഫോമൻസ് എടുക്കാൻ നോക്കിയാലും 10 വർഷത്തെ പെർഫോമൻസ് ഒന്നിനുമില്ല, 5 വർഷത്തെ ഇല്ല. കാരണം ഈ ഫണ്ട്സൊക്കെ വന്നിട്ട് അധികം ആയില്ല. എന്തുകൊണ്ടാണ് അത് വന്നത്? അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉള്ളതുകൊണ്ടാണ് വന്നത്.
അപ്പോൾ 10 വർഷം മുമ്പ് ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾ SIP കൊണ്ട് കണ്ടിന്യൂ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഗോൾഡ് ആൻഡ് സിൽവർ മ്യൂച്വൽ ഫണ്ടിൽ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, കാരണം അന്ന് ഒന്നുപോലുമില്ല. അപ്പോൾ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മളിപ്പോൾ നേരത്തെ കണ്ട മ്യൂച്വൽ ഫണ്ട് ഏതാനും മാസങ്ങൾ കൊണ്ട് എത്രയാണ് റിട്ടേൺ തന്നിരിക്കുന്നത്? 88% അല്ലേ? അപ്പോൾ ഒരു ചെറിയ പോർഷൻ അതിലേക്ക് മാറ്റേണ്ട ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഈ മാർക്കറ്റും വേൾഡും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് മാറിക്കൊണ്ടിരിക്കും. ഫുള്ള് മാറ്റണം എന്നല്ല, ചെറിയ മാറ്റങ്ങൾ, അതായത് എല്ലാ വർഷവും ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് ചെറിയ ചേഞ്ചുകൾ വരുത്തുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേൺ കൂട്ടാനായിട്ട് സഹായിക്കും. MFDs help you in reviewing your portfolio and adjust it when needed, keeping you on course. Beyond investments, ഇൻവെസ്റ്റ്മെൻറ്റ് കൂടാതെ ബിൽഡിംഗ് ലോങ് ടൈം ട്രസ്റ്റ്, ആൻസേഴ്സ് യുവർ ക്യൂറീസ് പേഷ്യൻ്റ്ലി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെ സാറേ എന്നാണ് വിളിക്കുക. അവരെന്നെ അങ്ങനെയാണ് വിളിക്കുന്നത്. ചിലവർ ചേട്ടാന്ന് വിളിക്കും, എടാ പോടാന്ന് ആരും വിളിച്ചിട്ടില്ല. ഫ്യൂച്ചറിൽ വിളിക്കുമെന്ന് അറിയില്ല. എനിവേ നമ്മൾ ആ റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് അല്ലേ റിപ്ലൈ കൊടുക്കുക. അത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. നമ്മൾ അങ്ങനെ വേണമെന്ന് കരുതി ചെയ്യുന്നതല്ല. കീപ്സ് കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്പെറൻറ്റ്, മോട്ടിവേറ്റ്സ് യു ഡ്യൂറിങ് അൺസർട്ടൺ ടൈംസ്. അതായത് അൺസർട്ടനിറ്റി ഉണ്ടാകുമ്പോൾ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നു. നമ്മുടെ വീഡിയോ തന്നെ എന്തൊക്കെ തരത്തിലല്ലേ, മോട്ടിവേഷൻ വീഡിയോ അങ്ങനെ കുറേ അല്ലേ സ്കീമുകൾ പരിചയപ്പെടുത്തൽ മാത്രമല്ലല്ലോ. SIP, SWP, മ്യൂച്വൽ ഫണ്ട്, സ്റ്റോക്കുകൾ, ഇൻ്റർനാഷണൽ ഫണ്ട്സ്, അങ്ങനെ പോകുന്നു. സോ മോട്ടിവേറ്റ്സ് യു ഡ്യൂറിങ് അൺസർട്ടൺ ടൈംസ്, ബിക്കംസ് എ ലൈഫ് ലോങ് ഫിനാൻഷ്യൽ പാർട്ട്ണർ. ഓക്കെ, നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ നിങ്ങളുടെ ലൈഫ് ലോങ് ഫിനാൻഷ്യൽ പാർട്ട്ണറാണ്. MFDs ആർ അവൈലബിൾ ഫോർ ഗൈഡൻസ്, കൊറീസ് ആൻഡ് മോട്ടിവേഷൻ ത്രൂ ഔട്ട് യുവർ ജേണി. ഇതൊക്കെ ഉണ്ടെങ്കിലേ ഒരാൾക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കൂ. ഇല്ലെങ്കിൽ അവർ പാനിക്കായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇട്ടിട്ട് പോകും. ഏതെങ്കിലും അത് മിക്കവർക്ക് വീഡിയോ കാണുന്നവർക്ക് തന്നെ സ്വന്തം ചോദിച്ചു നോക്കുക. ചിലപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടാകും കേട്ടോ. എനിക്കുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യുന്നതുകൊണ്ട് നല്ല രീതിയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു പോകുന്നത്. കാരണം നമുക്ക് റിസർച്ച് നടത്തണമല്ലോ. അപ്പോൾ എന്തായാലും അത് നടത്തിയേ പറ്റൂ. അപ്പോൾ നല്ല നല്ല സാധനങ്ങൾ കിട്ടും. അങ്ങനെയാണ് ഞാനും നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്നത്. ദ റിസൾട്ട്, വെൽത്ത് ക്രിയേഷൻ സിംപ്ലിഫൈഡ്. അപ്പോൾ വെൽത്ത് സിംപ്ലിഫൈ ആയിട്ട്, അതായത് അത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് വെൽത്ത് ക്രിയേഷൻ എന്ന് പറയുന്നത്. അത് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ നിങ്ങളെ സഹായിക്കും. റൈറ്റ് ഫണ്ട്സ് ചൂസൺ വിത്ത് എക്സ്പെർട്ടൈസ്, റൈറ്റ് ഡിസിപ്ലിൻ മെയിൻറ്റെയിൻഡ് ഓവർ ടൈം, റൈറ്റ് ഗൈഡൻസ് ത്രൂ എവറി സ്റ്റേജ്, അച്ചീവ് ട്രൂ ഫിനാൻഷ്യൽ ഫ്രീഡം. വിത്ത് ആൻ MFD, റൈറ്റ് ഫണ്ട്സ് പ്ലസ് റൈറ്റ് ടൈം പ്ലസ് റൈറ്റ് ഡിസിപ്ലിൻ ഈക്വൽസ് ഫിനാൻഷ്യൽ ഫ്രീഡം. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ MFDയുടെ റോള്. കോൾ ടു ആക്ഷൻ, ചൂസ് ഗൈഡൻസ്, ചൂസ് ഗ്രോത്ത്, ഡോണ്ട് ലീവ് വെൽത്ത് ക്രിയേഷൻ ടു ചാൻസ്. അതായത് ഈ പൊട്ടക്കണം മാവിൽ എറിയുന്ന പോലെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അബദ്ധം ചെയ്യാതിരിക്കുക. ടേക്ക് എക്സ്പേർട്ട് സപ്പോർട്ട് ഫോർ യുവർ ഗോൾസ്, പാർട്ട്ണർ വിത്ത് എ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ, സെക്യൂർ യുവർ ഫിനാൻഷ്യൽ ഫ്യൂച്ചർ ടുഡേ. യുവർ വെൽത്ത് ക്രിയേഷൻ ഡിസേർവ്സ് മോർ ദാൻ ഗസ് വർക്ക്. അതായത് ഊഹക്കച്ചവടം ചെയ്തിട്ട് നേടുന്ന അല്ലെങ്കിൽ നേടാൻ പറ്റുന്ന ഒന്ന് അല്ല വെൽത്ത് ക്രിയേഷൻ. കുറേയൊക്കെ അത് വർക്കൗട്ട് ആകുന്നുണ്ടായിരിക്കും, കുറച്ച് പേർക്കൊക്കെ വർക്കൗട്ട് ആകുന്നുണ്ടായിരിക്കും, പക്ഷേ എല്ലാവർക്കും അത് വർക്കൗട്ട് ആവില്ല. അപ്പോൾ പാർട്ട്ണർ വിത്ത് അസ് ടുഡേ. അപ്പോൾ ഫോണിൻ്റെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട്, കോൾ ചെയ്യണ്ട. നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.